കേരളത്തിന് 5000 കോടി രൂപ ഈ മാസം അനുവദിക്കാമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. 10000 കോടി വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും 5000 കോടി ഇപ്പോൾ നൽകാമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു, 5000 കോടി രൂപ ഈ മാസം അനുവദിക്കാമെന്ന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ കേന്ദ്രം പറഞ്ഞത് ഏപ്രിൽ 1-ന്, അതായത് അടുത്ത സാമ്പത്തിക വർഷം മാത്രമേ പണം അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴിതാ ഈ പണം ഇന്ന് നൽകാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ ഈ മാസം തന്നെ നൽകാൻ പറ്റുമെന്ന് പറയുന്നു. മനു, തീർച്ചയായിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് കേരളത്തിന് 5000 കോടി ഈ മാസം നൽകാം എന്നതാണ് ഒരു നിലപാട് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരോട് ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് 5000 കോടി കേരളത്തിന് അനുവദിക്കാം, അത് ഈ മാസം തന്നെ അനുവദിക്കാമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ ഒരു ഇപ്പോൾ അനുവദിക്കുന്ന 5000 കോടി അടുത്ത സാമ്പത്തിക വർഷത്തെ പരിധിയിൽ നിന്ന് കുറയ്ക്കുമെന്നതാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ നൽകാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ കേരളത്തിന് നൽകിയ കണക്കുകളടക്കം ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനം കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ 5000 കോടി കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, കുറഞ്ഞത് 10000 കോടിയെങ്കിലും കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്ന് സംസ്ഥാനം കോടതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷേ നിലവിൽ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായിട്ടില്ല. 5000 കോടി മാത്രമേ അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് കേന്ദ്രം ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. കോടതി ഈ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, മറുപടി പറഞ്ഞിട്ടുണ്ടോ? കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നിലപാടാണ് കേന്ദ്രം ഇക്കാര്യം പറയുമ്പോൾ വന്നത്? വിഷ്ണുയുടെ പ്രധാനപ്പെട്ട വിഷയം, ഇതൊരിക്കലും നമ്മൾ മുന്നോട്ട് വെച്ച ആവശ്യത്തിന് പരിഹാരമാകില്ല. കാരണം നമ്മളോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണം എന്ന വിഷയത്തിൽ ഊന്നിയാണ് സുപ്രീം കോടതിയിലേക്ക് ഈ ഹർജിയുമായിട്ട് പോയിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ വിവേചനം കൊണ്ട് നമുക്കുണ്ടാകുന്ന വലിയ നഷ്ടം, അല്ലെങ്കിൽ നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന നിലപാട് അവസാനിപ്പിക്കണം എന്നതിൻ്റെ പേരിലാണ് നമ്മൾ പോയിരിക്കുന്നത്. അതിന് ഇത്ര തുക വേണമെന്നാണ് നമ്മൾ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ 5000 കോടി തന്നാൽ തന്നെ അത് അടുത്ത സാമ്പത്തിക വർഷം അനുവദിക്കുന്ന വായ്പാ പരിധിയിൽ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ച നിലപാടിന് പരിഹാരമല്ല ഇത്. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച നിലപാടെന്ന് പറയുന്നത് സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള പണം ലഭിക്കണം എന്നതാണ് സംസ്ഥാന സർക്കാർ ഒരു വാദം മുന്നോട്ട് വെച്ചിരുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിൽ ഹർജി വരികയും പിന്നീട് കോടതി തന്നെ പലതവണ ഇടപെടുകയും കേന്ദ്ര സർക്കാരിനോട് കേരളത്തിന് പ്രത്യേക പാക്കേജ് നൽകണം എന്നതടക്കമുള്ള നിർദ്ദേശം നൽകിയത്. ആ ഒരു നിർദ്ദേശത്തിന്റെ പേരിലാണ് ഇപ്പോൾ 5000 കോടി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്. പക്ഷെ ആ 5000 കോടി മതിയാകില്ല എന്ന് തന്നെ സംസ്ഥാന സർക്കാർ കൃത്യമായി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനം കേന്ദ്രം ഈ നിലപാട്, അതായത് 5000 കോടി രൂപ ഇപ്പോൾ അനുവദിക്കാം, പക്ഷെ അടുത്ത സാമ്പത്തിക വർഷം അത് പരിധിയിൽ നിന്ന് കുറയ്ക്കുമെന്ന് പറഞ്ഞ കേന്ദ്ര നിലപാടിനെതിരെ സംസ്ഥാനം പറഞ്ഞത് എന്താണ്? സുപ്രീം കോടതിയിൽ സംസ്ഥാനം ഇപ്പോൾ ബോധിപ്പിച്ചത് എന്താണ്? മനു, ഇത്തരത്തിൽ 5000 കോടി അനുവദിക്കാമെന്ന കേന്ദ്ര സർക്കാർ അറിയിച്ച സാഹചര്യത്തിൽ ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് ഒരു ഇടക്കാല ആശ്വാസം ലഭിച്ചില്ലേ എന്ന ജസ്റ്റിസ് കാന്ത് ചോദിച്ചെങ്കിലും കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് അത് ശരിയല്ല എന്നതാണ്. കേരളത്തിന് ആശ്വാസം ലഭിക്കുകയല്ല ചെയ്യുന്നത് എന്ന് കപിൽ സിബൽ ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാരണം ഇത് അടുത്ത വർഷത്തെ പരിധിയുമായി അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, അടുത്ത വർഷത്തെ പരിധിയിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കേരളത്തിന് ആശ്വാസകരമായിട്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ കേന്ദ്രം ഒരു തന്ത്രം സ്വീകരിക്കുകയാണ്. അതായത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെ നൽകാമെന്ന് പറയുന്നു, പക്ഷേ അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഈ നൽകുന്ന തുക അടുത്ത സാമ്പത്തിക വർഷത്തിൽ നമുക്ക് അനുവദിക്കേണ്ട തുകയുടെ പരിധിയിൽ കുറയ്ക്കും. അത് ഇതേ പ്രശ്നം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി അടുത്ത വർഷം വീണ്ടും നേരിടേണ്ടി വരും അത്തരത്തിൽ നിലപാട് കേന്ദ്രം സ്വീകരിക്കുമ്പോൾ. വിഷ്ണു. മനു, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത് കേരളത്തിന്റെ ഒരു ആശ്വാസമല്ല, മറിച്ച് കേരളത്തിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതായത് പരിഹരിക്കാനാകാത്ത പരിക്ക് സംസ്ഥാനത്തിന്
ഉണ്ടാക്കും എന്നതാണ് കപിൽ സിബൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഇത് നിയമപരമായിട്ടുള്ള ഒരു അവകാശമാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നീക്കം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ കുടുക്കാനുള്ള നീക്കമാണ് എന്നതാണ് കൃത്യമായി തന്നെ കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഈ 5000 കോടി ഏപ്രിൽ 1 നൽകാമെന്നതായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പ്രത്യേക പാക്കേജ് എന്ന നിലയിൽ ഈ മാസം തന്നെ ആ 5000 കോടി നൽകാമെന്ന് കോടതി പറയുമ്പോൾ പോലും അതിൽ കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഈ 5000 കോടി അടുത്ത വർഷത്തെ പരിധിയിൽ നിന്ന് കുറയ്ക്കും എന്ന് തന്നെയാണ്. പക്ഷെ ആ കുറയ്ക്കുന്ന സാഹചര്യം കേരളത്തെ വിഷ്ണു, അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. കാരണം നമ്മൾ സംസ്ഥാന സുപ്രീം കോടതിയിൽ പോയത് സംസ്ഥാനത്തിന് അർഹമായ വിഹിതം കിട്ടാനുണ്ട്. ഭരണഘടനാപരമായി സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം തേടിയാണ്. അത് തടഞ്ഞു വെക്കുന്നതിനെതിരെയാണ് സംസ്ഥാന സുപ്രീം കോടതിയിലേക്ക് പോയത്. പക്ഷേ സുപ്രീം കോടതി സംസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് തന്നെയാണ് ഓരോ ഘട്ടത്തിലും ഈ ഹർജിയുടെ ഓരോ ഘട്ടങ്ങളിലും സ്വീകരിച്ചത്. ഇന്നലെ അവസാനം സുപ്രീം കോടതി പറഞ്ഞത് സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നത് പരിഗണിക്കണമെന്ന നിർദ്ദേശം വരെ നൽകുന്നൊരു സാഹചര്യമുണ്ടായി. അത്തരത്തിലൊരു നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുമ്പോഴാണ് വളരെ തന്ത്രപരമായി കോടതിയിൽ ഞങ്ങൾ പണം നൽകുന്നുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ 5000 കോടി ഇപ്പോൾ നൽകാം എന്ന് കേന്ദ്രം പറയുന്നത്. പക്ഷേ അതിൻ്റെ പുറകിൽ വലിയൊരു സൂത്രം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് കേന്ദ്രം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഇത് അംഗീകരിക്കപ്പെട്ടാൽ വരുന്ന സാമ്പത്തിക വർഷവും ഇതേ പ്രശ്നം തന്നെ കേരളം അഭിമുഖീകരിക്കേണ്ടി വരും. ഇതേ കാര്യം തന്നെ വീണ്ടും പറയേണ്ടി വരും. അപ്പോൾ കേന്ദ്രം അവരുടെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനു, തീർച്ചയായിട്ടും കേന്ദ്രം അത്തരത്തിൽ നിഷേധാത്മക നിലപാട് തന്നെയാണ്, അല്ലെങ്കിൽ കേരളത്തോട് വിവേചനപരമായിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്.